റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ബസുക്ക എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇനി കഷ്ടിച്ച് 3 ആഴ്ച മാത്രമാണ് അതിൻ്റെ റിലീസിന് ബാക്കി. അതിനു മുമ്പ് ഒരു ഗംഭീര ട്രെയിലർ ലോഞ്ച് തന്നെ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഒരു 369 സിനിമാസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മമ്മൂക്ക പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള വിവരം. ഇപ്പോൾ ഡിനോ ഡെന്നീസ് എന്ന് പറഞ്ഞ ഒരുപാട് നവാഗത സംവിധായകരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മമ്മൂക്ക ഡിനോ ഡെന്നീസ് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനെയും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുക. ബസുക്ക എന്ന് പറയുന്ന ഒരു പേര് തന്നെ നമ്മൾ ആദ്യം ആ സിനിമയെക്കുറിച്ച് കേട്ടപ്പം എന്താണ് ബസുക്ക, കാര്യം ഒരുപാട് തരത്തിലുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അധികം നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ഇതാണ് ബസുക്ക എന്ന് പറയുന്ന ഒരു പേര്. അപ്പം ഞാനതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അതൊരു ആയുധമാണ്. ബസുക്ക എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ആയുധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതാണ് ബസുക്ക. അപ്പം ആ ഒരു പേര് തന്നെ ഈ സിനിമയ്ക്ക് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും. ഞാൻ മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ, കാര്യം ഫൈറ്റ് സീനുകളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാര്യം നമുക്ക് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഗെയിം ത്രില്ലർ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കഥയ്ക്കകത്ത് മമ്മൂക്ക ഇതിനു മുമ്പ് അധികം അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് സംശയമാണ്. കാര്യം അത്തരത്തിലുള്ള രീതിയിൽ ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ നിമിഷവും ഓരോ മിനിറ്റും പ്രേക്ഷകനെ കൂടുതൽ ഒരു ത്രില്ലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന, അല്ലെങ്കിൽ ആ സിനിമയ്ക്കൊപ്പം പ്രേക്ഷകനെയും കൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബസുക്ക എന്ന ചിത്രം. കാര്യം ഡിനോ ഡെന്നീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗിയായിട്ടുള്ള, എനിക്കൊന്ന് അദ്ദേഹം അതിനുശേഷം അധികം അങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ബസുക്ക എന്ന് പറയുന്ന സിനിമ ഏപ്രിൽ 10 റിലീസ് ചെയ്ത് കഴിയുമ്പം ഡിനോ ഡെന്നീസ് എന്ന് പറയുന്ന ഒരു സംവിധായകനെ കൂടുതൽ ആളുകളിലേക്ക് അറിയുകയും, ഇപ്പം ഒരു അൻവർ റഷീദും ഒരു അമൽ നീരദും ഒരു ലാൽ ജോസും ഒരു വൈശാഖും ഒരു ബ്ലസിയും ഒരു കെ മധുവും, ഇങ്ങനെ പറയാനാണെങ്കിൽ നിരവധി സംവിധായകരുടെ ആ ഒരു ലിസ്റ്റിലേക്ക് കാലം എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അജയ് വാസുദേവനെയൊക്കെ പോലുള്ള ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ ഭാവിയിൽ ഇനി ഒരുപാട് പറഞ്ഞു കേൾക്കുകയും ഒരുപാട് സിനിമകൾ കിട്ടാൻ സാധ്യതയുള്ള രീതിയിലാണ് ഡിനോ ഡെന്നീസ് ബസുക്ക ഒരുക്കിയിരിക്കുന്നത്. കാര്യം മമ്മൂക്ക എനിക്ക് തോന്നുന്നു ഒരു 100% തൃപ്തൻ തന്നെയാണ്. കാര്യം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ മുമ്പ് വീഡിയോ ചെയ്ത കണക്ക് അദ്ദേഹം ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. പൂർണ്ണ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യവാനാണ് അദ്ദേഹം. ഈ കുറച്ച് ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ, എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള ചില അസ്വസ്ഥതകൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട. അതുകൊണ്ട് ഒരു 369 സിനിമാസിൻ്റെ ഉദ്ഘാടനത്തിനും അതിനോടൊപ്പം നടക്കുന്ന ട്രെയിലർ ലോഞ്ചിനും നമുക്ക് പങ്കെടുക്കുന്നത് തന്നെയാണ് വിവരം. ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ ചെറിയ ചില്ലറ ഹെൽത്ത് ഇഷ്യൂസ്, അത് ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൊളുത്തിവിട്ട കണക്ക്, അതായത് വീണ്ടും തുടരെയുള്ള വീഡിയോകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മമ്മൂക്കയ്ക്ക് ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോയും പോസ്റ്റുകളും തുടരെ ഇടുന്ന ഒരു അവൻ്റെ പേര് പറയാൻ തന്നെ എനിക്ക് നാണക്കേട്. എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ടാകും നാറിയുടെ പേര് പറയാൻ തന്നെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, അവൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പം അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം ഇന്നിപ്പോൾ രാവിലെ ഞാൻ കുറച്ച് മുമ്പ് നോക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് അത്തരത്തിലുള്ള എവിടെയോ ഒരു പോസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത്, ഇപ്പോൾ ലാലേട്ടൻ ശബരിമലയിൽ മമ്മൂക്കയ്ക്ക് നടത്തിയ വഴിപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഇതിൻ്റെ സൂചനയാണെന്ന്, ഒരു കുന്തോ അല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ തന്നെ മമ്മൂക്കയുടെ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായൺ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള സലീം റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ഒരുത്തൻ വീഡിയോ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്രം ഇന്നലെ കണ്ട ഒരു ന്യൂസ്, ഇന്നലെ മെനഞ്ഞാന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസിനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഒരുത്തൻ വീണ്ടും ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, ഇന്ന പത്രം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെയ്തപ്പം അതേസമയത്ത് മനോരമ ഓൺലൈൻ ഇന്നലെ മുതൽ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് മുതൽ പുറത്തുവിടുന്ന ഒരു ന്യൂസ്, ആദ്യം മനോരമ ഓൺലൈനാണ് പുറത്തുവിട്ട മഹേഷ് നാരായണൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസർമാരിലുള്ള സലീം റഹ്മാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ മമ്മൂക്കയോടും സിനിമയോടും ചെയ്യുന്ന കടുത്ത അനീതിയാണ്, ചില ആൾക്കാർ ചെയ്യുന്ന കടുത്ത അനീതിയാണ്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും മമ്മൂക്കയ്ക്ക് ഇല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കി കൊണ്ടുവന്നു. അത് ഏറ്റെടുത്ത് പിന്നീട് ഒരുപാട് മാധ്യമങ്ങൾ ഓൺലൈനിൽ, ഇപ്പം ഡെയിലി ഹണ്ട് പോലുള്ള അതിനകത്ത് ഒരുപാട് മാധ്യമങ്ങൾ സലീം റഹ്മാൻ്റെ ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മമ്മൂക്കയ്ക്ക് ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ ചില അലവലാദികൾ ആരോപിക്കുന്ന കണക്കത്തുള്ള അസുഖങ്ങളൊന്നും മമ്മൂക്കയ്ക്ക് ഇല്ല. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ചില്ലറ, അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കൊണ്ടും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും അതിൽ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹം തുടർച്ചയായിട്ട് സിനിമാ സംബന്ധമായിട്ട് യാത്ര ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ചില ശാരീരിക അസ്വസ്ഥതകൾ മാത്രം
മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം സലീം റഹ്മാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു മനോരമ ഓൺലൈൻ പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളിൽ അത് വരുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് വീണ്ടും ഒരാരോപണം കൊണ്ടുവന്നു പോയി. ആ കൊണ്ടുവന്ന ആരോപണം ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ചില നാറികളും ആദ്യം പോസ്റ്റുകൾ ഇട്ടിട്ട് ഈ പറഞ്ഞ മമ്മൂക്കയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടപ്പം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയിട്ടുള്ള ചില അലവലാദികളും. ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും ഒരു വീഡിയോയ്ക്കകത്ത് ഉപയോഗിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇതിലും കടുത്ത വാക്കുകളാണ് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു മാന്യതയും സംസ്കാരവും ഓർത്തിട്ട് കൂടുതൽ വാക്കുകളൊന്നും പറയുന്നില്ല. ഏതായാലും ബസുക്ക റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി 3 ആഴ്ച മാത്രം. ഏപ്രിൽ 10 ആദ്യത്തെ ഷോയ്ക്ക് തന്നെ, കാര്യം മമ്മൂക്കയുടെ സിനിമയാണ്, ഒരു വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് പോകേണ്ടുന്ന സിനിമയാണ്. ചില ലാലേട്ടൻ ആരാധകർ ആരോപിക്കുന്ന കണക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കയറിയിരുന്നുകൊണ്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി പറയുകയും സിനിമാ തിയേറ്ററിലേക്ക് പോയി കാണാൻ തയ്യാറാവാത്ത ചില ആൾക്കാരും അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞിട്ട് തിയേറ്ററിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന ചില ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനൊന്നും ഇരിക്കാതെ മമ്മൂക്കയുടെ സിനിമയാണ്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ വാദിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ തർക്കിക്കുന്നത്, ആരെയാണോ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ബസുക്ക എന്ന് പറയുന്നത് സിനിമ. ആ സിനിമ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയിട്ട്, കാര്യം നമുക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കാം ഈ സിനിമയുടെ ക്വാളിറ്റി എങ്ങനെയാണ്, ഈ സിനിമ എങ്ങനെയാണ്. അല്ലാതെ വല്ലവനും കണ്ടിട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷം നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ ഞാനിന്ന് പോകുന്നില്ല, കൊള്ളാത്ത അഭിപ്രായം വന്നു എന്ന് പറയാതെ നമ്മളത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഏപ്രിൽ 10 ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കാണാൻ. എന്തായാലും ഞാനത് കാണും, മറ്റുള്ളവരും കാണണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ബസുക്ക ഒരു വലിയ വിജയമാവട്ടെ. ബസുക്കയുടെ വീഡിയോകൾ തുടർന്നും നമുക്ക് ചെയ്യാം. താങ്ക്